ഹായ് ഹലോ എല്ലാവർക്കും മല്ലീസ് ഹാപ്പി വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല കുറുകിയ ചാറോട് കൂടിയ ഒരു മുളക് കറിയുടെ റെസിപ്പിയാണ്. നല്ല ചൂട് ചോറിൻ്റെ കൂട്ടത്തിൽ ഒരു പപ്പടമൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി കറിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാനായി ഞാനിവിടെ കുറച്ച് മുളക് നല്ല പോലെ കഴുകി അതിലെ വെള്ളത്തിൻ്റെ അംശം എല്ലാം ഒന്ന് ഒപ്പിക്കളഞ്ഞതിന് ശേഷം വെച്ചിട്ടുണ്ട്. ഇനി അത് ഇതുപോലെ നടുവേ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇതുപോലെ നടുവേ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതിയാകും. ഏത് മുളക് വേണമെങ്കിലും നമുക്ക് ഈ കറി ഉണ്ടാക്കാനായിട്ട് എടുക്കാം. അധികം എരിവില്ലാത്ത മുളക് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതുപോലെ നടുവേ ഒന്ന് വരഞ്ഞ് എല്ലാ മുളകും ഒന്ന് ആക്കിയെടുക്കാം. ഇപ്പം ഞാൻ എല്ലാ മുളകും നടുവൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉപ്പും കായത്തിൻ്റെ പൊടിയുടെ ആ ഒരു ടേസ്റ്റും എല്ലാം ആ മുളകിലോട്ടൊന്ന് പിടിക്കുന്നതിന് വേണ്ടിയാണ് ഇതുപോലെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഈ കറി ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്, അതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ചിട്ട് വേണമെങ്കിൽ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മുളകിനുള്ളിലോട്ടൊന്നും ഈ ഉപ്പും കായത്തിൻ്റെ പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതിയാകും. ഇനി ഇതൊരു 10 മിനിറ്റ് സമയത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് ഇതിലോട്ടുള്ള തൈരൊന്ന് റെഡിയാക്കി എടുക്കണം. ഞാനിപ്പോൾ 1 കപ്പ് നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട്. അതിലോട്ട് ചേർക്കാനായിട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയും കട്ട തൈര് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സിയിലൊന്ന് അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒരു സ്പൂണോ വിസ്കോ വെച്ചിട്ടൊന്ന് അടിച്ചെടുത്താൽ മതിയാകും. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മുളകിൽ ഓൾറെഡി ഉപ്പ് ചേർത്തത് കൊണ്ട് തൈരിലോട്ടൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് തൈരിലോട്ട് ഞാൻ 1/2 കപ്പ് വെള്ളം കൂടി ചേർത്താണ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തൈര് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ടൊരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4 വെളുത്തുള്ളി, ഒരു 5-8 ചെറിയ ഉള്ളിയും ഒന്ന് ചതച്ചെടുക്കണം. ഇല്ലെങ്കിൽ അരിഞ്ഞെടുത്താലും മതിയാകും. ചതച്ചെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഒരു ചട്ടിയിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന മുളക് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. ഇപ്പം ഞാൻ എല്ലാ മുളകും ഒന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 2 മിനിറ്റ് സമയം നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ലോ ഫ്ലെയിമിൽ വേണം ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട്. ആ മുളകിൽ എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ആദ്യം വെച്ച് കൊടുക്കുമ്പോൾ പൊട്ടിത്തെറിച്ച് വരും. അതുകൊണ്ടാണ് ഒരു 2 മിനിറ്റ് സമയം ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യുന്നത്. ഇനി അടച്ച് വെച്ച് അതുപോലെ ഒന്ന് ആക്കിയതിന് ശേഷം തുറന്ന് വെച്ചിട്ട് ഇതുപോലെ ഇളക്കി നമുക്ക് മുളക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. നല്ലപോലെ ഒന്ന് വഴറ്റി മുളകൊന്ന് സോഫ്റ്റായി വരണം. അപ്പോഴാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പം മുളക് നല്ലപോലെ ഒന്ന് വഴന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. മുളകിൽ ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകരുത്. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് പൊട്ടിത്തെറിക്കും. അത് സൂക്ഷിച്ച് വേണം എല്ലാവരും മുളക് വറുത്തെടുക്കാനായിട്ട്. ഇനി അതിൽ കുറച്ച് പൊടികളൊക്കെ ഉണ്ടാവും. പൊടികളൊക്കെ ഒന്ന് കോരി മാറ്റിയതിന് ശേഷം അതേ എണ്ണയിലോട്ട് തന്നെ 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവായും ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാം. ചതച്ച് ചേർക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അരിഞ്ഞും ചേർത്ത് കൊടുക്കാം. ഒരു 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി അങ്ങ് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല പോലെ ഒന്ന് വഴന്ന് സോഫ്റ്റായി ആ പച്ചമണം ഒന്ന് മാറി വന്നാൽ മതിയാകും. ആ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ എല്ലാം ആ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. ഇപ്പോൾ ഇതാ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയും പച്ചമണം എല്ലാം മാറി ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ കറിക്ക് കൂടുതലായിട്ട് കായത്തിൻ്റെ ഒരു ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുന്നത്. ആ തൈരിൻ്റെ ഒരു പുളിയും കായത്തിൻ്റെ ഒരു ടേസ്റ്റും മുളകിൻ്റെ ഒരു എരിവും ഒക്കെയാണ് ഈ കറിക്ക് വേണ്ടിയത്. അപ്പോൾ പൊടികൾ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ചട്ടിക്കൊക്കെ ചൂടുള്ളത് കൊണ്ട് നല്ലപോലെ തന്നെ പെട്ടെന്ന് വഴന്ന് കിട്ടും പൊടികൾ വഴറ്റിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ തൈര് ചേർത്ത് കൊടുക്കണം. തൈര് ഒട്ടും പിരിഞ്ഞു പോകരുത്. തൈര് പിരിഞ്ഞു പോകാതിരിക്കാനായിട്ട് നമ്മൾ കറിയിലോട്ട് ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് തൈര് നല്ലപോലെ ഒന്ന് തണുപ്പിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒട്ടും പിരിഞ്ഞു പോകാതെ നമുക്ക് തൈര് ചേർക്കുന്ന കറികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. തൈര് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മുളക് കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഈ മുളക് കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോഴാണ് മുളകിലോട്ട് ആ ഉപ്പും പുളി എല്ലാം ഒന്ന് പിടിച്ച് ടേസ്റ്റായിട്ട് വരിക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കി വീണ്ടും ഉപ്പും കൂടി ചേർത്ത് വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കാവുന്നതാണ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുളക് കറിയാണിത്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. എല്ലാവർക്കും നന്ദി. താങ്ക്